നമസ്കാരം. നിങ്ങളുടെ അടുത്ത വലിയൊരു ഐഡിയ എങ്ങനെ വിജയകരമായി ലോഞ്ച് ചെയ്യാം? ഒരു സാധാരണ ലോഞ്ചിനെ ആളുകൾ എക്കാലവും ഓർത്തിരിക്കുന്ന ഒന്നാക്കി മാറ്റുന്ന ആ മാസ്റ്റർ പ്ലാൻ എന്തായിരിക്കും? ഇന്ന് നമ്മൾ അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ടൊന്ന് പരിശോധിക്കാൻ പോവാണ്. ചില പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വരുമ്പോൾ ഒരു തരംഗം തന്നെ ഉണ്ടാക്കും, അല്ലേ? പക്ഷെ വേറെ ചിലതോ വന്നതും പോയതോ ആരും അറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും ഓരോ സംരംഭകനും ചിന്തിക്കുന്ന ഒരു കാര്യമാണിത്. ശരി, നമുക്കിതിന്റെ ഉത്തരമൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിന്റെ ഉത്തരം ഭാഗ്യമോ ഒന്നുമല്ല, മറിച്ച് വളരെ കൃത്യമായി തന്ത്രപരമായി തയ്യാറാക്കിയ ഒരു പ്ലാനാണ്, ഒരു വിജയത്തിലേക്കുള്ള ബ്ലൂ പ്രിന്റ്. ഇന്ന് നമ്മൾ ആ ബ്ലൂ പ്രിന്റ് ഓരോന്നായി പരിശോധിക്കാൻ പോവാണ്. ഏറ്റവും ശരിയായ സമയം തെരഞ്ഞെടുക്കുന്നത് മുതൽ ലോഞ്ചിന് ശേഷം എന്ത് ചെയ്യണം എന്നുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാകും. അപ്പോൾ വിജയത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ലോഞ്ച് തീയതി തിരഞ്ഞെടുക്കലാണ്. ഇതിനെ വെറുതെ കാലണ്ടറിലെ ഒരു ദിവസമായിട്ട് കാണരുത്. സത്യത്തിൽ അതൊരു മാർക്കറ്റിംഗ് അവസരമാണ്, ഒരു തന്ത്രപരമായ ആയുധം എന്ന് തന്നെ പറയാം. അപ്പോ ശരിയായ തീയതി എങ്ങനെ തിരഞ്ഞെടുക്കും? അതിന് ഈ കാണുന്നതുപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് സീസണൽ ഇവന്റുകൾ, അതായത് നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ഒരു പ്രത്യേക സീസണിലെ ഡിമാൻഡ് കൂടുമോ? രണ്ടാമത് മാർക്കറ്റിലെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? ആളുകൾക്ക് താൽപ്പര്യമുള്ള സമയത്താണോ നമ്മൾ വരുന്നത്? പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ എതിരാളികൾ എന്ത് ചെയ്യുന്നുവെന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതെല്ലാം നോക്കിയാൽ മാത്രമേ ആ പെർഫെക്റ്റ് ഡേറ്റ് കിട്ടൂ. തീയതി ഉറപ്പിച്ചാൽ അടുത്ത ഘട്ടം കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്രീ ലോഞ്ച് കൗണ്ട് ഡൗൺ. ലോഞ്ചിന് കൃത്യം 12 ആഴ്ച മുന്നേ നിങ്ങളുടെ പ്രോഡക്റ്റ് ഫൈനലായിരിക്കണം. ഒരു മാറ്റവും പിന്നെ പാടില്ല. ഇനി 8 ആഴ്ച മുന്നേ മാർക്കറ്റിംഗ് പരിപാടികൾ തുടങ്ങാം. ആളുകളിലൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. 4 ആഴ്ച മുന്നേ പ്രസ്സിനൊക്കെ കൊടുത്ത് ഒരു ബസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ആ അവസാനത്തെ ആഴ്ചയുണ്ടല്ലോ, അപ്പോ എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ഉറപ്പിക്കാം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പും കൃത്യമായി പ്ലാൻ ചെയ്താൽ ആ ലോഞ്ച് ദിവസത്തെ ടെൻഷൻ ഒരുപാട് കുറയ്ക്കാൻ പറ്റും, ഉറപ്പാണ്. ലോഞ്ച് എന്ന് പറയുന്നത് വെറുമൊരു ദിവസത്തെ പരിപാടിയല്ല. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ അതിന് പ്രധാനമായും 2 ഘട്ടങ്ങളുണ്ട്. ലോഞ്ച് ദിവസം നമ്മുടെ മുഴുവൻ ഫോക്കസും മാർക്കറ്റിംഗിലും നമ്മുടെ പ്രോഡക്റ്റിനെക്കുറിച്ച് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നതിലുമാണ്. പക്ഷേ ലോഞ്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. പിന്നെ നമ്മുടെ ശ്രദ്ധ ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിലും അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നതിലും നമ്മുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു എന്ന് അളക്കുന്നതിലുമൊക്കെയാണ്. നമ്മൾ ലക്ഷ്യത്തിലെത്തിയോ എന്ന് എങ്ങനെ അറിയും? അതിന് തുടക്കത്തിലെ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കണം. ഈ ചാർട്ടിൽ കാണുന്നതുപോലെ എത്ര കസ്റ്റമേഴ്സിനെ വേണം, എത്ര വരുമാനം വേണം, സോഷ്യൽ മീഡിയയിൽ എന്ത് തരം എൻഗേജ്മെന്റാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം നമുക്കൊരു വ്യക്തത വേണം. എന്നാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെന്ന് വരും. അപ്പോഴാണൊരു പ്ലാൻ ബിയുടെ ആവശ്യം വരുന്നത്. അപ്രതീക്ഷിതമായി എന്തു വന്നാലും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഉദാഹരണത്തിന് ഈ ടേബിൾ ഒന്ന് നോക്കൂ. പ്രോഡക്റ്റിൽ എന്തെങ്കിലും പ്രശ്നം കാരണം ലോഞ്ച് വൈകുകയാണെങ്കിൽ ഒരു ബാക്കപ്പ് ഡേറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഇനി അതല്ല, മാർക്കറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാരണമാണ് താമസമെങ്കിൽ അത് ആളുകളെ എങ്ങനെ അറിയിക്കണം എന്നതിലും ഒരു പ്ലാൻ വേണം. ഇങ്ങനെ ഓരോ സാധ്യതയും മുൻകൂട്ടി കണ്ടാൽ ഏത് സാഹചര്യത്തെയും നമുക്ക് ധൈര്യമായി നേരിടാം. അപ്പോ ഒരു തന്ത്രപരമായ തീയതി തിരഞ്ഞെടുക്കുന്നത് മുതൽ അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാനുള്ള പ്ലാൻ വരെ ഒരു മികച്ച ലോഞ്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് ചർച്ച ചെയ്തു. ഇനി നിങ്ങളുടെ അടുത്ത ലോഞ്ചിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ തിരഞ്ഞെടുത്ത തീയതി ശരിക്കും തന്ത്രപരമാണോ? നിങ്ങളുടെ ഐഡിയ അർഹിക്കുന്ന ആ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ പ്ലാൻ നിങ്ങളെ സഹായിക്കുമോ? ഈ ചോദ്യം സ്വയം ചോദിക്കുന്നതിലാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി.